ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഗൈസ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ റമദാൻ മാസമാണല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് റമദാൻ സമയങ്ങളിൽ വർക്കൗട്ട് ചെയ്യണോ ചെയ്യാതിരിക്കണോ, അല്ലെങ്കിൽ എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, വെയിറ്റ് ലോസ്, മസിൽ ലോസ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് റമദാൻ ടൈമിൽ നമ്മൾ ഏത് സമയത്താണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അതിൽ ഇപ്പോൾ രണ്ട് സമയമാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഒന്ന്, നമുക്ക് ഇഫ്താറിന് ഒരു 45 മിനിറ്റ് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം, പക്ഷെ അത് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഇത് നമുക്ക് വാക്കിംഗ് ചെയ്യാം, പ്രശ്നമല്ല, പക്ഷേ ഒരുപാട് സമയം ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു 30 to 45 മിനിറ്റ് ചെയ്ത് നിർത്താം. ഇനി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ രീതിക്ക് വർക്കൗട്ട് ചെയ്യാം. ഇതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫാറ്റ് ബേണിങ്ങും വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രീതിക്ക് നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ആഫ്റ്റർ ഇഫ്താർ, ഒരു 2 മണിക്കൂർ ശേഷം നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി വർക്കൗട്ട് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് കുറച്ച് എനർജിയും കിട്ടും. നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിന് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ എനർജി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ലിഫ്റ്റിങ് നമുക്കൊന്നുകൂടെ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സമയമാണ് നമുക്ക് റമദാൻ ടൈമിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് എടുത്ത് ചെയ്യുന്നതിന് പകരം നമുക്ക് ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല എഫക്റ്റ് കിട്ടുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹെവി ക്രോസ് ഫിറ്റ്, ഹിറ്റ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ റമദാൻ ടൈമിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ആ രീതിക്ക് നമ്മളൊരു മെയിൻറ്റെയിൻ മാത്രം കൊടുക്കുക. പിന്നെ ഫാറ്റ് ലോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണക്രമം വളരെ നിർബന്ധമാണ്. ഒപ്പം നിങ്ങൾക്ക് ഈ ചെറിയ തോതിലുള്ള വർക്കൗട്ടോട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കൂടെ ഈസി ആയിട്ട് ഈ ഒരു മന്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ടായിരിക്കാം, ഇഫ്താർ അത് ഏത് തരത്തിലായിരിക്കണം എന്ന്. നിങ്ങളെപ്പോഴും നോമ്പ് തുറ സമയത്ത് ഒരുപാട് ഹെവി നമ്മളെപ്പോഴും കണ്ടുവരുന്ന കാര്യമാണ് ഈ സ്നാക്സ് ഐറ്റംസുകൾ, എണ്ണപ്പലഹാരങ്ങൾ ഒരുപാട് നമ്മളുടെ ഇഫ്താർ മീലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾ നോമ്പ് തുറ സമയത്ത് ചെറിയ തോതിൽ ഡേറ്റ്സ്, നട്ട്സ് ഉപയോഗിച്ച് ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ നല്ല വെള്ളം, ഓർ കോക്കനട്ട് വാട്ടറിനൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളത് ഉപയോഗിച്ച് നിങ്ങൾ എപ്പോഴും നോമ്പ് തുറക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളൊരു 1 hour 2 hour ശേഷം, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു എക്സസൈസ് വർക്കൗട്ടിൽ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്കൊരു ഹെവി മീൽ എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ നോർമൽ കഴിക്കുന്ന പോലെ ചിക്കൻ, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള മീറ്റും നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. കുറച്ച് നിങ്ങൾക്ക് കാർബോ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ റൈസ്, അതുപോലെ തന്നെ ചപ്പാത്തി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ എണ്ണപ്പലഹാരങ്ങൾ, സ്നാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സുഹൂർ ടൈമിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാർബോ ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ച് പ്രോട്ടീൻ, ഫോർ എക്സാമ്പിൾ കുറച്ച് ഓട്സ്, അതല്ലാന്നുണ്ടെങ്കിൽ 1 ചപ്പാത്തി, അങ്ങനെ ഒരു ചെറിയൊരു കാർബോ സോഴ്സ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടീൻ, അത് നമുക്ക് എഗ്ഗ് എടുക്കാം. ഈ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തുക. അത് ഒപ്പം തന്നെ നിങ്ങൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക.
ചുരുങ്ങിയത് നിങ്ങളൊരു 2 ലിറ്ററിൻ്റെ മുകളിലെങ്കിലും മിനിമം നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവണം. ടോട്ടലി നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ ചുരുങ്ങിയത് 2 ലിറ്ററിൻ്റെ മുകളിൽ നിങ്ങൾ എന്തായാലും വെള്ളം കുടിച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ അത്താഴം കഴിക്കുന്ന സമയത്ത് ഈ ഒരുപാട് ഉപ്പ് സാൾട്ട് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അത് വെള്ളം കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോഡി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. സോ നിങ്ങൾ ഒരുപാട് ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസുകൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആ ഫാസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും. അത് ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് ഈ റമദാൻ സമയങ്ങളിൽ കാർഡിയോ മാത്രം ചെയ്യുക, വാക്കിംഗ് മാത്രം ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ വാക്കിംഗ് മാത്രം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ്, അത് നല്ല രീതിക്ക് നിങ്ങൾ സ്ലീപ്പ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ 7 to 8 hours ഉറങ്ങുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ റമദാൻ സമയം ഒരുപാട് പേര് പല ഗോളും വെച്ചിട്ട് ഈ ഒരു മന്ത് നിങ്ങൾ ഒരുപാട് പേര് ചെയ്തതാണ്. അപ്പോൾ ഈ റമദാൻ സമയം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം പീരീഡാണ്. നിങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് ലോസിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, നിങ്ങളെ മെയിൻറ്റെയിൻ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഏത് തരത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാനാണ്. അപ്പോൾ വളരെയധികം കറക്റ്റായിട്ട് ഈ ഒരു 1 month നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഭക്ഷണക്രമം എല്ലാം കറക്റ്റ് രീതിക്ക് മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഈ റമദാൻ മാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണ പലഹാരങ്ങൾ ഞാൻ വീണ്ടും പറയുന്നതാണ്, എണ്ണ പലഹാരങ്ങളും ഈ ബേക്കറി ഐറ്റംസുകൾ അതൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. റമദാൻ സമയം നിങ്ങൾക്ക് വളരെയധികം ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ 1 month നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ റമദാൻ സമയം ഒരിക്കലും ഒരു ഫാറ്റ് ലോസിനായിട്ട് നിങ്ങൾ കാണുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു മസിൽ ഗെയിനായിട്ട് കാണുന്നതിന് പകരം ഒരു മസിൽ ലോസ് വരുത്താതെ നിങ്ങളെപ്പോഴും ഒരു ഡിസിപ്ലിൻ മന്തായിട്ട് നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ലൊരു മാസമായിരിക്കും ഈ ഒരു മാസം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ഹെൽത്തി ആയിരിക്കുക, നോമ്പൊക്കെ നോറ്റ് ഒരുപാട് ടയേർഡ് ആവാതെ നല്ല രീതിക്ക് ആരോഗ്യം കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതുപോലുള്ള ഫിറ്റ്നസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ.